ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ നാട്ടിലെ ദേശവിളക്കാണ്. തെക്കേക്കര ഭഗവതി ക്ഷേത്രം എന്ന് പറയും. അപ്പം നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് പോയിട്ട് അന്നദാനമൊക്കെ കഴിച്ച് വന്ന് വീണ്ടും ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. നീറ്റുൻ്റെ അടുത്ത് ഞാനൊരു ഉമ്മ ചോദിച്ചപ്പോൾ അവൾ തരാതെ ഒരു ടാറ്റ തന്ന് ഒതുക്കി പോയി കളഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങി നടന്നിട്ട് തന്നെയാണ് പോയത്. അമ്പലം അടുത്താണ്. അപ്പോൾ നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അമ്പലമൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ ലൈറ്റ്സും ദീപങ്ങളും നമ്മുടെ അയ്യപ്പനും അവർക്കും മാളികപ്പുറത്തിനൊക്കെ വേണ്ടിയിട്ട് കെട്ടിയ അമ്പലമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് നമ്മുടെ വരവേൽപ്പ് താലം റെഡിയായിട്ട് നിൽക്കുകയാണ്. പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് സ്വാമിമാരും വെളിച്ചപ്പാടൊക്കെ എത്തുന്ന സമയത്ത്, കോമരങ്ങളൊക്കെ എത്തുന്ന സമയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ആ ലൈറ്റ്സൊക്കെ അണച്ചു. എന്നിട്ട് ഈ ദീപങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ. നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലൈറ്റ്സൊക്കെ നോർമലി ഓണാക്കി അത് കഴിഞ്ഞ് നമ്മൾ കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരവേൽക്കുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെണ്ട അവിടെ കൊട്ട് നിർത്തിയിട്ട് നമ്മൾ ഉടുക്കാണ് പിന്നെ കൊട്ടുക. ഇത് അയ്യപ്പൻ പാട്ടാണ്. അതായത് നമ്മുടെ അയ്യപ്പൻ്റെ ജനനം, മഹിഷാസുരവധം, അതുപോലെ നമ്മുടെ ശബരിമല യാത്ര, അങ്ങനെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള അയ്യപ്പൻ പാട്ടാണ് ഈ ഉടുക്ക് കൊട്ടിയിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുക. അതിന് തൊട്ട് പിന്നാലെ നമ്മുടെ സ്വാമിമാർ പാലക്കൊമ്പൊക്കെ ആയിട്ട് അയ്യപ്പ ഭജനം പാടിയിട്ട് പിന്നാലെ തന്നെ ഉണ്ടാകും. അതിന് കൂടെ തന്നെ നമ്മുടെ താലവും ഉണ്ടാകും. ഇത്തരത്തിൽ 3 തവണ നമ്മൾ അമ്പലം പ്രദക്ഷിണം വെച്ചതിന് ശേഷം താലം അവസാനിപ്പിക്കും. അതോടുകൂടി തന്നെ നമ്മുടെ പാലക്കൊമ്പ് മാളികപ്പുറത്തിൻ്റെ അവിടെ വെച്ച് അതിൻ്റെ കൊമ്പുകൾ ഒടിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ഇത് അവസാനിക്കുന്നത്. ഇത് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. അതുപോലെ ഈ വടക്കൻ കേരളത്തിൽ, വടക്കൻ ഏരിയാസിലൊക്കെ അമ്പലങ്ങളിൽ പൊതുവെ കണ്ടുവരുന്നൊരു ആചാരമാണ് കേട്ടോ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്നത്. തെക്കൻ ജില്ലകളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ അയ്യപ്പൻ വിളക്കൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഉണ്ണി ഉള്ളത് കൊണ്ട് വേഗം തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം നമുക്കവിടെ അന്നദാനം ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കും വൈകിട്ടും വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നിറ്റുവിന് ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉച്ചയ്ക്ക് വന്നപ്പോഴേ ആൾ ചോദിച്ച് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ബൈ ഗൈസ്.